നമസ്കാരം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നമ്മൾ കേട്ടിട്ടുള്ള ഒരു പേര് തന്നെയാണ്. ഇവർ പല ഘട്ടങ്ങളിലും, അതായത് നമ്മുടെ ഉത്ഖനനങ്ങൾ നടത്തിക്കൊണ്ട് അവിടെ ഏതെങ്കിലും ചരിത്രാവശിഷ്ടങ്ങൾ ഉണ്ടോ എന്നൊക്കെ തിരിച്ചറിയുന്ന, പൗരാണിക അവശിഷ്ടങ്ങളെ തിരഞ്ഞുപിടിക്കുന്ന ഒരു ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ഒരു വകുപ്പാണ് ഈ പറയുന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അതിൻ്റെ മുൻ റീജിയണൽ ഡയറക്ടർ ഒരു പക്ഷേ നമുക്കെല്ലാവർക്കും, അല്ലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളായിരിക്കും, കെ മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതേപോലെ മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി നടത്തിയിരിക്കുകയാണ്. അതായത് ഈ കഴിഞ്ഞ നമ്മുടെ ചരിത്രാതീത കാലഘട്ടത്തിലെ ചരിത്ര കാലഘട്ടങ്ങളിലേക്ക് നോക്കുമ്പോൾ മുഗളന്മാരുടെ ഒരു വലിയ വരവ്, നമ്മുടെ ഒരു അധിനിവേശം എന്നൊക്കെ പറയുന്ന തരത്തിൽ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ അത്രയും ഈ പറയുന്ന മുഗളന്മാർ നമ്മുടെ ഹൈന്ദവ ക്ഷേത്രങ്ങളൊക്കെ പൊളിച്ച് നാമാവിശേഷമാക്കി അവിടെ അവരുടെ അടയാളങ്ങൾ പണിഞ്ഞു വെക്കുകയാണ്, അല്ലെ നിർമ്മിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത്തരം നിർമ്മിതികൾക്കിടെ എല്ലാം അടിയിൽ ഉള്ളിലായി അവിടെ ഒരു ഹിന്ദു പൗരാണികത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ കെ മുഹമ്മദ് എന്ന് പറയുന്ന ആളിൻ്റെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ. അതായത് കുത്തബ് മീനാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, കുത്തബ് മീനാർ നിലനിൽക്കുന്ന സ്ഥലത്തിനോട് ചേർന്ന് ഹിന്ദു പൗരാണികതയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴുള്ള നമ്മുടെ മുസ്ലിംസ് സഹോദരങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ മുഗളന്മാർ ചെയ്ത തെറ്റിന് ഇതെല്ലാം വിട്ടുകൊടുത്തുകൊണ്ട്, അതായത് ഈ പറയുന്ന ഇപ്പം മുസ്ലിംസ് എന്ന് ആൾക്കാർ കൈകാളിക്കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, ആരാധനാലയങ്ങൾ ഉൾപ്പെടെ ഹിന്ദുക്കൾക്ക് കൈമാറിക്കൊണ്ട് പ്രായശ്ചിത്തം ചെയ്യണം എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ഈ പറയുന്ന കെ മുഹമ്മദ് എന്ന് പറയുന്ന മുൻ റീജിയണൽ ഡയറക്ടർ വന്നിരിക്കുന്നത്. കാരണം ഈ പറയുന്ന കെട്ടിടങ്ങളെല്ലാം, ഈ പറയുന്ന മുഗളന്മാർ പണ്ട് കാലത്ത് നിരവധി ക്ഷേത്രങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്, നിരവധി ക്ഷേത്രങ്ങൾ തകർത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നിരവധി ഹിന്ദുക്കളുടേതാന്ന് അവകാശപ്പെടുന്ന നിരവധി ക്ഷേത്രങ്ങൾ തകർത്ത് കളഞ്ഞുകൊണ്ട് തന്നെ ആണ് ഇനി നിലവിൽ ഇപ്പോൾ രാജ്യത്തുള്ള മുസ്ലിങ്ങൾ ഒരു പ്രായശ്ചിത്തം ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇദ്ദേഹം ഈ പറയുന്നതിന് കാരണമുണ്ട്. കാര്യം 19 രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. 19 ആരായിരുന്നു ഭരിച്ചിരുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ 2019 അദ്ദേഹത്തിന് ഈ പറയുന്ന കെ മുഹമ്മദിന് പത്മശ്രീ നൽകി ആദരിച്ചു. അപ്പം ഇത് എന്തിനാദരിച്ചു എന്നുള്ളൊരു ചോദ്യമുണ്ട്. 77 കാലഘട്ടത്തിലാണ് അയോധ്യയിൽ ഒരു എക്സ്കവേഷൻ നടക്കുന്നത്, അതായത് ഒരു ഉത്ഖനനം നടക്കുന്നത്, ഒരു ഗവേഷണം നടക്കുന്നത്. അയോധ്യയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ ഫലമായി അന്നുണ്ടായിരുന്ന ടീമിൽ ഉണ്ടായിരുന്ന ഒരാളാണ് കെ മുഹമ്മദ് എന്ന് പറയുന്ന ആൾ. അപ്പോൾ അദ്ദേഹം ഒരു ആത്മകഥ എഴുതി. ആ ആത്മകഥയിൽ അദ്ദേഹം അവിടെ ഏകദേശം AD 11-12 നൂറ്റാണ്ടുകളിൽ ക്ഷേത്രങ്ങളിൽ കാണുന്ന പോലെയുള്ള അവിടെ ഖനനം ചെയ്ത സമയത്ത് അവിടെ ഉണ്ടായിരുന്ന 12 തൂണുകൾക്കിടെ അടിയിൽ ആയി ഈ പൂർണ്ണകലശം എന്ന് പറയുന്ന ഒരു സംഭവം കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഹിന്ദു ക്ഷേത്രത്തിൻ്റെ ഭാഗമാണ് എന്ന് അയോധ്യ മസ്ജിദ്, ബാബറി മസ്ജിദ് അതിനിപ്പോൾ തർക്കമന്ദിരം എന്നൊക്കെയായിരുന്നു പിന്നീട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ആ തർക്കമന്ദിരത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പൂർണ്ണകലശം കിട്ടി, അത് കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ആ കൊത്തിവെച്ച സാധനങ്ങൾ ഹിന്ദു ക്ഷേത്രങ്ങളിൽ കാണുന്ന പോലെയുള്ള, അല്ലെങ്കിൽ ആ ആചാരവുമായി ബന്ധപ്പെട്ടതായിരുന്നു എന്ന് അദ്ദേഹം തൻ്റെ ആത്മകഥയിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം അദ്ദേഹം അന്ന് ഈ പറയുന്ന 77 കാലഘട്ടങ്ങളിൽ അവിടെ ഈ പറയുന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ അവിടെ പഠനങ്ങൾ നടത്തിയപ്പോൾ തെളിഞ്ഞതാണത്രേ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഹിന്ദു ക്ഷേത്രം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ബേസിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉറപ്പിലേക്ക് അവരെത്തിച്ചേരുകയായിരുന്നു. പിന്നീട് ഒരാൾ പറഞ്ഞു അവിടെ നിന്ന് 445 അവശിഷ്ടങ്ങളാണ്, പൗരാണിക അവശിഷ്ടങ്ങളാണ് കണ്ടെടുത്തത്. പക്ഷെ അതിലൊന്നിൽ പോലും ഹിന്ദു ക്ഷേത്രത്തിൻ്റേത് എന്ന് പറയുന്ന ഒരു സാധനം പോലും ഉണ്ടായിരുന്നില്ല എന്ന് പിന്നീട് ഈ പറയുന്നൊരു ചരിത്രകാരൻ ഇതിനെക്കുറിച്ച് പറയുകയുണ്ടായി. അപ്പോൾ അന്ന് തുടങ്ങി പിന്നീട് ഇപ്പോൾ വീണ്ടും വന്നിരിക്കുന്നു ഈ പറയുന്ന മുസ്ലിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കറിയാം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ശില്പങ്ങളുള്ളത്. അതായത് മുസ്ലിങ്ങൾക്ക് ഈ വിഗ്രഹങ്ങളുമായി വലിയ ബന്ധമൊന്നുമില്ല എന്നുള്ളൊരു ധാരണയില്ല. അത് വിഗ്രഹങ്ങളൊന്നും ഉണ്ടാക്കാറില്ലല്ലോ അവർ. അതുകൊണ്ട് ഈ പറയുന്ന ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് എപ്പോഴും ഈ വിഗ്രഹങ്ങൾ ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ ഈ വിഗ്രഹങ്ങൾ ഉണ്ടോ അവിടെ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ നമുക്കറിയാവുന്ന പോലെ സത്യത്തിൽ ഈ ജൈനന്മാരുടെയും ബുദ്ധന്മാരുടെയും ഒക്കെ നിരവധി ക്ഷേത്രങ്ങൾ ഇടിച്ചു നിരത്തുകയുണ്ടായി. അവരുടെ ആരാധനാലയങ്ങൾ തന്നെ നശിപ്പിക്കുകയുണ്ടായിരുന്നു നമ്മുടെ രാജ്യത്ത്. അതിനൊക്കെ ശേഷമാണ് ഹിന്ദു ക്ഷേത്രങ്ങൾ എന്ന് പറയുന്ന സാധനങ്ങൾ വന്നിട്ടുള്ളതും, അല്ലെങ്കിൽ ഈ മുഗളന്മാരുടെ പള്ളികൾ അടക്കമുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമുക്കറിയാം, ഇപ്പം മറ്റൊരു വെളിപ്പെടുത്തലൂടെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഒരു സരസ്വതി ക്ഷേത്രമാണ് ഭോജശാല എന്ന് പറയുന്ന
മധ്യപ്രദേശിലെ ഒരു സ്ഥലം ഹിന്ദു സരസ്വതി ക്ഷേത്രമായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തലും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതായത് സരസ്വതി ക്ഷേത്രമാണ്, അവിടെയാണ് കമാൽ മൗല മസ്ജിദ് അവിടെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ നിലവിൽ അദ്ദേഹം പറയുന്നത് അവിടെ നിന്ന് മാറ്റേണ്ടി വരും, ഈ പറയുന്ന ഈ മസ്ജിദ് അവിടെ നിന്ന് മാറ്റേണ്ടി വരും അല്ലേ. അപ്പം ഇങ്ങനെ നമുക്ക് നേരത്തെ അറിയാവുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1947 ചില ക്ഷേത്രങ്ങൾ ക്ഷേത്രമായും ചില മസ്ജിദുകൾ മസ്ജിദായും നിലനിൽക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷം ഒന്നിലും കൈവെക്കരുത്, അന്ന് ക്ഷേത്രമായിട്ടുള്ള സാധനങ്ങൾ ക്ഷേത്രമായിട്ട് തുടരണം, അന്ന് പള്ളികളായിട്ടുണ്ടായിരുന്നത് പള്ളികളായി തുടരണം എന്ന് ഭരണഘടനയിൽ അതിനൊരു വകുപ്പുണ്ടായിരുന്നു. അതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് നമുക്കറിയാവുന്ന പോലെ ബാബറി മസ്ജിദ് എന്ന് പറയുന്ന തർക്കമന്ദിരം പൊളിച്ച് ദൂരെ കളഞ്ഞിട്ട് അവിടെ രാമക്ഷേത്രം ഇപ്പോൾ രാംലല്ലയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നമുക്കറിയാം. അപ്പം ഇതിനെല്ലാം ഒരു പ്രത്യുപകാരം എന്നുള്ള നിലയിൽ നമുക്ക് KK മുഹമ്മദിന് സത്യത്തിൽ 2019 പത്മശ്രീ സമ്മാനിക്കുകയും ചെയ്തു. പോരെ അല്ല, ഇതൊക്കെ പോരെ? അദ്ദേഹം എന്തുദ്ദേശത്തിൻ്റെ പുറത്താണ് അദ്ദേഹം മുസ്ലിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യണമെന്ന് പറഞ്ഞത് എന്നുള്ളത് ആ 19 അദ്ദേഹത്തിന് കിട്ടിയ പത്മശ്രീയെ മാത്രം മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാജ്യം അതായത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഇപ്പോഴും ഒരു മതേതര കാഴ്ചപ്പാടോടുകൂടി നിലനിൽക്കാനുള്ള പ്രധാന കാരണം എന്താണെന്നറിയുമോ? അത് നമ്മുടെ ഭരണഘടനയല്ല, അതുമല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റ് ഇതുവരെ ഭരിച്ചുകൊണ്ട് വന്ന നമ്മുടെ രാഷ്ട്രീയക്കാരോ ഒന്നുമല്ല അതിന് കാരണം. അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദുക്കൾ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉള്ളതുകൊണ്ടാണ്. ഇവിടെ ഒരു മതേതരത്വം നിലനിൽക്കാൻ കഴിയുന്നത്. പിന്നെയോ അതുകൊണ്ട് തന്നെ ഗ്യാൻവാപി, മധുര എന്ന് തുടങ്ങിയ സാധനങ്ങൾ അല്ലെങ്കിൽ അവിടെ ആ പ്രദേശങ്ങൾ ആർക്ക് വിട്ടുകൊടുക്കണമെന്നാണ് പറയുന്നത്? ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കണം. അപ്പം ഈ രീതിയിലെല്ലാം ഒരു മൃദു ഹിന്ദുത്വ സമീപനമാണ് ഈ പറയുന്ന KK മുഹമ്മദ് എന്ന് പറയുന്ന മുൻ റീജിയണൽ ഡയറക്ടർ കൊണ്ടാടിക്കൊണ്ടിരുന്നത്, അദ്ദേഹം നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. അപ്പം ഈ രീതിയിലെല്ലാം നമ്മൾ പരിശോധിക്കുക. കാര്യം അദ്ദേഹത്തിന് അപ്പം എന്ത് തന്നെ ആയിരുന്നാലും ഇതൊരു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വിവാദപരമായ പ്രസ്താവനയാണ്. ഒരുപക്ഷെ നാളെ രാജ്യത്ത് കൂടുതൽ പൊളിക്കലുകൾ നടക്കാൻ സാധ്യതയുള്ള ചില പ്രസ്താവനയാണ് അദ്ദേഹം പറഞ്ഞത്. സരസ്വതി ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞു, ഗ്യാൻവാബി മസ്ജിദിനെ കുറിച്ച് പറഞ്ഞു, മധുരയെക്കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം തിരികെ വിട്ടുകൊടുക്കണം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പൊതുവിൽ നേരത്തെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോഴും ഈ പറയുന്ന രാജ്യത്തെ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ ഉതകുന്ന തരത്തിലുള്ള പല കോറും അല്ലെങ്കിൽ പല കാമ്പുകളും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാം. ഒരു പക്ഷേ നാളെ ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ, ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വീണ്ടും പുറത്തേക്ക് എത്തിക്കഴിയുമ്പോൾ രാജ്യം നേരിടാൻ പോകുന്ന ഒരു വലിയ ഒരു കലാപം അത് നമ്മൾ എക്കാലവും പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കേണ്ടതുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.